പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ആവശ്യമായ പെട്രോളും ഡീസലും ലഭ്യമാണ്. റിഫൈനറികൾ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. LPG വിതരണം സാധാരണ നിലയിൽ മുന്നോട്ട് പോകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. मैं देशवासियों को विश्वास दिलाना चाहती हूं कि हमारे पास पेट्रोल और डीजल पर्याप्त मात्रा में उपलब्ध है. कहीं पर भी किसी पेट्रोल पंप पर कोई कमी नहीं है. पेट्रोल पंप को सप्लाई करने वाले टर्मिनल्स पर भी पर्याप्त मात्रा में उपलब्ध है. इसलिए अफवाहों पर विश्वास न करें और पैनिक बाइंग से बचें. मैं ये भी बताना चाहती हूँ कि पेट्रोल और डीजल के प्राइस में कोई बढ़ोतरी नहीं की गई है. PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട്. അരവിന്ദ്, പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്ക ഇവിടെയും ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ധനവില വർധനവൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. നിലവിൽ അത്തരം ആശങ്കകളൊന്നും വേണ്ട എന്നുള്ളതാണോ കേന്ദ്രം പറയുന്നത്? അവൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി രാജ്യത്തുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ LPG സിലിണ്ടറിനടക്കം ജനങ്ങൾ തടിച്ചുകൂടുന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളടക്കം തെറ്റായ വാർത്തകൾ നൽകുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്ത് ആവശ്യമായ ഇന്ധന ശേഖരം ലഭ്യമാണ്. കൃത്യമായ വിതരണം രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരായി പെട്രോൾ പമ്പുകളിലേക്ക് ജനം ഒരുമിച്ചെത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്ന് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കില്ല എന്ന് കൂടി ഇപ്പോൾ പെട്രോളിയം ജോയിന്റ് സെക്രട്ടറി വ്യക്തമാക്കുകയാണ്. നിലവിൽ പ്രീമിയം പെട്രോളിന്റെ വില കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാജ്യത്ത് സാധാ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അത്തരം ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കില്ല എന്ന് തന്നെ ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ആവശ്യമായ കൃത്യമായ വിതരണം രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകളും അതുപോലെ തന്നെ പ്രചരണങ്ങളും തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നും ജനങ്ങൾ വിശ്വസിക്കരുത് എന്ന് കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുകയാണ്. കാരണം രാജ്യത്ത് പലയിടങ്ങളിലും പെട്രോൾ പമ്പിലടക്കം വലിയ രീതിയിലുള്ള തിരക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ഗ്യാസ് ഏജൻസികൾക്ക് മുമ്പിലടക്കം വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായ സർക്കാർ നൽകുന്ന ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് പിന്തുടരുക, ആ അറിയിപ്പുകൾ മാത്രമേ ജനങ്ങൾ പിന്തുടരാവൂ എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി നിലവിൽ ഇല്ല. കൃത്യമായ വിതരണം രാജ്യത്തുടനീളം നടപ്പിലാക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ LPG വിതരണവുമായി ബന്ധപ്പെട്ടും കൃത്യമായ വിതരണം മുന്നോട്ട് പോകുന്നു. വാണിജ്യ സിലിണ്ടറുകൾ നിലവിൽ 50% രാജ്യത്ത് വിതരണം നൽകുകയാണ്. ഇത് മുൻഗണനാ ക്രമത്തിൽ രാജ്യത്തെ ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ സമൂഹ അടുക്കളകളടക്കം നൽകുന്നുവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ തന്നെ PNG കണക്ഷനുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.